ബഹുമാനപ്പെട്ട MA യൂസുഫ് അലി 37 വീടുണ്ടാക്കി തന്നു. അറിയാം നമുക്ക് ഒരൊറ്റ ആള്. AP വിഭാഗം 22 വീട്ടുണ്ടാക്കി കൊടുത്ത് ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ. അങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി കാര്യങ്ങൾ. ജമാഅത്ത് ഇസ്ലാമിയുടെ കെയർ ഓഫിൽ 10-22 വീടുകൾ. എന്തിനേറെ പറയുന്നു, ഈ പറയുന്ന നമ്മുടെ ചുങ്കത്തറയിലെ മാർത്തോമ സ്കൂളിൽ 23 വീട് മാർത്തോമ സമൂഹം, ആ വീട്ടിൽ ആ സ്കൂളിൽ പഠിച്ച 23 കുട്ടികൾക്ക് ഡാമേജ് ഉണ്ടായിരുന്നു. വീടിന് ഉണ്ടാക്കി കൊടുത്തു. അറിയാം ഞങ്ങൾ, ഒരു സമുദായം, ഒരു സ്കൂള്, ഒരാൾക്കും ഒരു പ്രശ്നമില്ല. മുഴുവൻ പൂർത്തീകരിക്കപ്പെടാത്ത ഒറ്റ കാര്യം ഉണ്ടെന്ന് അറിയുകൾ, ST കാട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന പാവപ്പെട്ട ST വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാർക്ക് ഭൂമി കൊടുക്കാൻ ഈ പറയുന്ന മുണ്ടേരി ഫാമിൽ അങ്ങാടിക്കടുത്ത് ഭൂമി കൊടുത്ത് അവരെ മാറ്റിപ്പാർപ്പിക്കാനെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. ആ തീരുമാനം 2021-2026 ഗവൺമെൻറ്റിൽ തഴയപ്പെട്ടതിൻ്റെ കാര്യം ഞാൻ പറയാം. ആ സാധുക്കൾ ഇപ്പോഴും ആ വാടക കെട്ടിടത്തിൽ താമസിക്കുക. വാടക കെട്ടിടത്തല്ല, ഈ പറയുന്ന കൃഷിഭൂമിയുടെ മുണ്ടേരി കൃഷി ഫാമിൽ താമസിക്കുകയാണ്. എന്താ വയനാട്ടിൽ ഇന്നലത്തെ സ്ഥിതി? ഈ ഒരു കൊല്ലം കഴിഞ്ഞു, 2ാമത്തെ വർഷക്കാലം വന്നു. അവിടെ ഉണ്ടല്ലോ മന്ത്രിമാരും MLA മാരും ഒക്കെ. മരുമകനിങ്ങനെ വീശി നടന്നിരുന്നല്ലോ അവിടെ. ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുത്തോ സഹോദരന്മാരെ? ഒരാൾക്ക് 700 കോടി ഉറുപ്പിക വയനാടിന് വേണ്ടി മാത്രം കേരളത്തിലെ ജനങ്ങൾ സംഭാവന ചെയ്താ. 700 ചില്ലാനം കോടി. പ്രതിപക്ഷം അന്ന് ആകെ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ആ ഫണ്ട് ഇടരുത്, വയനാടിന് വേറെ അക്കൗണ്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അക്കൗണ്ട് ഉണ്ടാക്കി ജനങ്ങളിലേക്ക് പൈസ കൊടുത്തു. 100 കണക്കിന് വീടുണ്ടാക്കാൻ ആളുകൾ തയ്യാറായി നിന്ന് ഇതേപോലെ തന്നെ അടുപ്പിച്ച് അങ്ങോട്ട്. ഇന്നലെ വൈത്തിരി താലൂക്ക് ഓഫീസിൽ ഈ പാവപ്പെട്ടവരെ വാടകയ്ക്ക് വേണ്ടി കരയാ. ആരെങ്കിലും ഉണ്ടോ പ്രതികരിക്കാൻ? ആരെങ്കിലും ഉണ്ടോ? ഈ മുഖ്യ 700 ചില്ലാനം കോടി എവിടെ പോയി? 400 വീടാ ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ നഷ്ടപ്പെട്ടത്. 1.25 കോടി വെച്ച് സാധുക്കുന്ന പിടിച്ചോ ചെക്ക്, നിങ്ങൾ എവിടെ പോയി ജീവിക്കുക, എവിടെ പോയി ഭൂമി വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ തീരൂലേ? അതിനല്ലേ സെപ്പറേറ്റ് പണം കൊടുത്തത്? ആ പൈസയും വിഴുങ്ങി പിണറായി അല്ലേ? നിങ്ങൾക്ക് വാടക തരുമെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം തരുമെന്ന് പറഞ്ഞു. ഭക്ഷണം കൊണ്ട് ഇവിടുന്ന് പോയ എന്താ പറയുക പ്രവർത്തകരെ ഈ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് ആട്ടി ഓടിച്ചു. കണ്ടതല്ലേ നിങ്ങൾ? കണ്ടതല്ലേ? എന്താ പറഞ്ഞ ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നു. അവിടെ ഇടപെട്ടിരുന്നതിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് മലപ്പുറത്ത് നിന്ന് നീങ്ങിയ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരായിരുന്നു, വൈറ്റ് ഗാർഡ്. അവർ ഈ വെള്ളക്കുപ്പായിട്ടപ്പം ഇളകി ആർക്ക്? ഈ പോലീസിനും ഈ ഗവൺമെൻറ്റിനും. അവരെ അടിച്ചോടിക്കാനാണ് ഭക്ഷണം പോലും കൊടുക്കാവുന്നത്. ഇന്നും ഷെഡ് കെട്ടി പാർക്കുകയാണ്. 1.25 കോടിക്ക് അർഹരായ ഈ 400 വീട്ടുകാർ ഷെഡ് കെട്ടി പാർത്തിട്ട് ആ ഷെഡിൻ്റെ വാടക ചോദിച്ച് ഇന്ന് സമരത്തിലെ സുഹൃത്തുക്കളെ. ആരെയും മിണ്ടിയോ? അവസാനം മുസ്ലിം ലീഗ് വേറിട്ടു. ഞങ്ങൾ ഇനി ഇല്ല, 100 വീട് ഞങ്ങൾ ഉണ്ടാക്കുക. അവർ പണി തുടങ്ങി. ഇപ്പോഴും എസ്റ്റേറ്റ് വിട്ട് കിട്ടിയ കടലാസ് കയ്യിൽ കിട്ടൂല. കാരണം എസ്റ്റേറ്റിന് വില കൂട്ടി കൊടുക്കണം. 10,000 റുപ്യ 15,000 റുപ്യ സെൻറ്റിനുള്ള ഭൂമി ഇപ്പം തന്നെ 45,000 ഗവൺമെൻറ് കൊടുത്തു. ഇനി 1 ലക്ഷം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രീം കോടതിയിൽ കേസ് പോവുക. ഇതാണ് ഞാൻ പറയുന്നത് നെക്സസ്. ധാരണയാണ്. ആദ്യം കയറുക, എന്നിട്ട് കോടതിയിൽ പോവുക. കോടതിക്ക് സ്വാഭാവികമായിട്ട് പറയില്ലേ നിങ്ങൾ ഭൂമി ഏറ്റെടുത്താൽ പോലെ മാന്യമായ പ്രൈസ് കൊടുക്കണമെന്ന്. ഞാൻ പറയും, ഇനിയും പറയും. ആ പാവപ്പെട്ട മയ്യത്തിൻ്റെ മുകളിൽ പാന്തം വലിക്കുക എന്ന് പറയും പണ്ടത്തെ ആളുകൾ. മനസ്സിലായില്ലേ? ഈ മയ്യത്ത് പുതക്കുന്ന പുതപ്പുണ്ടല്ലോ, വെള്ളത്തുണി, അതിൻ്റെ വക്ക് ഇങ്ങനെ കടിച്ച് കീറിയിട്ട് വേറെ എന്തെങ്കിലും കെട്ടാൻ പാന്തം വലിക്കും. അതിനാണ് മയ്യത്തിൻ്റെ മുകളിൽ പാന്തം കെട്ടാറുണ്ട്, മുറിക്കാന്ന് പറഞ്ഞു. ആ പണിയല്ലേ പിണറായി ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനൊരു തർക്കം നിങ്ങൾ കരുതണ്ട. അത് പറയാൻ പാടില്ല. പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒരു ഭാഗത്ത്. ഇനി എന്താ മറ്റത്? എന്താണ് PV അൻവറിനെ മാറ്റി നിർത്തിയിട്ടും നിലമ്പൂരിൽ ജയിക്കും? അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാ. ആരാ പറയുന്നത്? ഈ UDFൻ്റെ ചെയർമാൻ. നിങ്ങൾക്ക് മാറ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. നോ, നത്തിങ്. ദാറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ബഹുമാനപ്പെട്ട ഈ AICC സെക്രട്ടറി ഞാനൊന്ന് പറഞ്ഞു, എനിക്ക് പ്രതീക്ഷ KC-യിലാണ്. എൻ്റെ പഴയ നേതാവ് കൂടിയാണ്. 3 മണിക്കൂർ കോഴിക്കോട് ഞാൻ കാത്തിരുന്നു, ഒന്ന് കാണാനൊന്ന് പറയാൻ ഇതാണ് വസ്തുത എന്ന്.
തിരിച്ചു പോരേണ്ടി വന്നില്ലേ? കേസിനോട് എനിക്ക് അതിൽ ഒരു വിരോധമില്ല. അദ്ദേഹം അങ്ങേയറ്റം പരിശ്രമിച്ച എന്താ എൻ്റെ ഗ്രീവിയൻസ് ആണെന്ന് പറയട്ടെ. ക്ലാസ് ടീച്ചറോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായ ഹെഡ് മാസ്റ്ററോടല്ലേ നമ്മൾ പറയാ. വില്ലേജ് ഓഫീസിൽ പ്രശ്നം ഉണ്ടായാൽ തഹസിൽദാരോട് പറയില്ലേ? തഹസിൽദാരോട് പറഞ്ഞിട്ടും പരിഹരിച്ചില്ലെങ്കിൽ കളക്ടറോട് പറയില്ലേ? കളക്ടറോടും പറഞ്ഞിട്ട് പരിഹരിച്ചില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയോട് പറയില്ലേ? ആ ഒരു ചെറിയ നീതി, അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക എന്ന് പറയും നമ്മൾ പണ്ടത്തെ ആളുകൾ. അവിടുന്ന് വിട്ടില്ലേ? അവിടുന്ന് വിട്ടില്ലേ? എങ്ങോട്ടേക്കായി പോണത്? PV അൻവർ ഇല്ലാതെ LDFിൻ്റെ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള വോട്ട് എവിടെയാ? ആരാ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാന്ന് പറഞ്ഞു? അദ്ദേഹം കുറച്ച് വോട്ട് കണ്ടെത്തിയിട്ടുണ്ടല്ലോ എൻ ബ്ലോക്കായിട്ട്. ഞാൻ മിനിയാന്ന് നിങ്ങളോട് പറഞ്ഞു ഇതിൻ്റെ പിന്നിലൊരു നിഗൂഢതയുണ്ട്. ഞാനും അദ്ദേഹം തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ല, വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നമില്ല. ഉണ്ടായിരുന്ന വിഷയങ്ങൾ മുഴുവൻ പബ്ലിക്കിനോട് കാര്യം പറഞ്ഞ് മാപ്പ് പറഞ്ഞ് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഹൃദയത്തെ തൊട്ട് പറഞ്ഞു കേട്ടോ, സോറി, അങ്ങനെ പറ്റിപ്പോയി, ഒരു നിർബന്ധിത സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ്. എന്നോട് നിങ്ങൾ പുറക്ക് നിങ്ങളെ വീട്ടിൽ വരണോ? ഞാൻ ചോദിച്ചാൽ വേണ്ടെന്ന് പറയാം. അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമില്ല. ആ വിഷയം എൻ്റെ ഹൃദയത്തോട്ട്, ഞങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഒന്നുമില്ല. പിന്നെ എന്താ അൻവറിന് ഇത്ര വലിയ പ്രശ്നം? അതിനൊരു പ്രശ്നമുണ്ട്, അതിനൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണ് എന്ന് ജനങ്ങൾ വിലയിരുത്തും.